ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഹെൽത്തിയായ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. രക്തക്കുറവിനും മുടി കരുത്തായി വളരാനും എല്ലിന് ബലം നൽകാനും നടുവേദനയും മുട്ടുവേദനയും കുറയ്ക്കാനും വളരെയധികം സഹായിക്കുന്ന എള്ളും അവലും വിളയിച്ചതാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. രോഗപ്രതിരോധ ശക്തി കൂട്ടാനുള്ള ഒരു മരുന്ന് കൂടിയാണിത്. ധാരാളം ഗുണങ്ങളടങ്ങിയ എള്ളും അവലും വിളയിച്ചതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഒരു വലിയ കപ്പ് നിറയെ എള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എള്ളിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇനി എള്ള് വെള്ളമൊഴിച്ച് 4-5 തവണ നന്നായി കഴുകിയെടുക്കുക. എള്ളിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം, മഗ്നീഷ്യം, ധാരാളമായി അടങ്ങിയിരിക്കുന്ന അയൺ എന്നിവ എല്ലുകൾക്കും രക്തക്കുറവിനും നല്ലതാണ്. ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹനത്തിനെ സഹായിക്കുന്നു. നന്നായി കഴുകിയെടുത്ത എള്ള് ഒരു അരിപ്പയിൽ നന്നായി വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കുക. വെള്ളം നന്നായി പോയതിന് ശേഷം ഒരു ടവൽ ഇതുപോലെ വിരിച്ചിട്ട് അതിന് മുകളിലായി എള്ള് നിരത്തിയിട്ട് ടവലോ തോർത്തോ കൊണ്ട് തുടച്ചെടുക്കാം. നന്നായി തുടച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ എള്ള് വറുത്തെടുക്കാൻ പാടുള്ളൂ. എള്ളിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൈസ് ട്യൂമർ വരാതിരിക്കാനും ക്യാൻസറിനെ തടയാനും സഹായിക്കുന്നു. BP, കൊളസ്ട്രോൾ, ബ്ലഡ് ഷുഗർ എന്നിവ കുറയ്ക്കാനും എള്ള് നല്ലതാണ്. ഈ സമയം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരുണ്ട കരിപ്പെട്ടിയും ഒരുണ്ട ശർക്കരയും ചേർത്ത് നേരത്തെ എടുത്ത അതേ കപ്പിന് 1 കപ്പ് നിറയെ വെള്ളം ഒഴിച്ച് പാനിയാക്കിയെടുക്കാം. കരിപ്പെട്ടിയിലെ ശർക്കരയിലും അയൺ, മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നടുവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെ നല്ലതാണ്. ശർക്കര പാനിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയ ജാറിൽ 3/4 സ്പൂൺ ചെറിയ ജീരകം, ഒരു ചെറിയ കഷ്ണം ചുക്ക്, 5 ഏലയ്ക്ക തൊലി കളഞ്ഞെടുത്തത് ആഡ് ചെയ്ത് ഇതുപോലെ നന്നായി പൊടിച്ചെടുക്കാം. എള്ള് നന്നായി ഈർപ്പം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. കുഴിവുള്ള ഒരു പാത്രമാണ് വെക്കേണ്ടത്. എള്ള് ചൂടാക്കി എടുക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഴിവുള്ള പാത്രം തന്നെ ഉപയോഗിക്കുക. മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്കിട്ട് വേണം എള്ള് ചൂടാക്കി എടുക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈ സമയം കൊണ്ട് നമ്മുടെ ശർക്കരയും കരിപ്പെട്ടിയും പാനിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ എള്ള് നന്നായി ചൂടായി മൂത്തിട്ടുണ്ട്. കണ്ടോ, നന്നായി മൂത്ത് എള്ള് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അധികം ചൂടാക്കരുത്, കരിഞ്ഞു പോകും. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. തണുപ്പിക്കേണ്ട ആവശ്യമില്ല, ചൂടോടെ തന്നെയാണ് നമുക്കിനി തയ്യാറാക്കേണ്ടത്. ഇനി അതേ കടായിൽ തന്നെ നേരത്തെ എടുത്ത അതേ കപ്പിന് 2 കപ്പ് നിറയെ അളവിൽ മട്ട അവലിട്ട് കൊടുക്കാം. വെള്ള അവലല്ല ചേർക്കേണ്ടത്. ഗുണങ്ങളേറെയുള്ള മട്ട അവലാണ് ഏറ്റവും നല്ലത്. ലോ ഫ്ലെയിമാക്കി അവൽ നന്നായി ചൂടാക്കി എടുക്കുക. അവൽ നന്നായി ചൂടായി ഇതുപോലെ കൈകൊണ്ടെടുക്കുമ്പോൾ പൊടിഞ്ഞു വരുന്നതാണ് അതിൻ്റെ പരുവം. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നെയ്യ് ചേർക്കാതെയാണ് എള്ളും അവലും നമ്മൾ ചൂടാക്കിയെടുത്തത്. ഇനി അതേ കടായിൽ തന്നെ കുറച്ച് നട്ട്സും ചെറുതായി ക്രഷ് ചെയ്തെടുത്ത കുറച്ച് ബദാമും ചേർത്ത് ചൂടാക്കിയെടുക്കാം. ഞാൻ നട്ട്സും ബദാമും മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന സീഡ്സ്, വാട്ടർമെലൺ സീഡ്സ്, പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, പീനട്ട് എന്നിവയും ചേർക്കാം. എല്ലാം നല്ല ഗുണങ്ങളുള്ളവയാണ്. ഇപ്പോൾ നട്ട്സും ബദാമും ചൂടാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ കടായിൽ തന്നെ 3 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് നന്നായി ഒന്ന് മെൽറ്റാവുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മളെടുത്ത അതേ കപ്പിന് 1.5 കപ്പ് ചിരകിയ തേങ്ങ ആഡ് ചെയ്യാം. ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് നെയ്യ് ചേർക്കുന്നത്. ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇനി നെയ്യിൽ തേങ്ങ നന്നായി മൂപ്പിച്ചെടുക്കുക. അവൽ വിളയിച്ചെടുക്കാൻ തേങ്ങ മൂപ്പിച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് ഇതിലും മൂപ്പിച്ചെടുക്കേണ്ടത്. തേങ്ങ മൂപ്പിക്കുമ്പോൾ കരിഞ്ഞു പോകാതെ നോക്കുക. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് പാനി ചേർക്കേണ്ടത്. ഒരു അരിപ്പ ഉപയോഗിച്ച് പാനി നമുക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. പാനി ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് പാനി ഒന്ന് വറ്റിച്ചെടുക്കാം. കൂടുതൽ കുറുക്കിയെടുക്കരുത്, ചെറുതായൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. ശർക്കര പാനി കൂടുതൽ കുറുകിപ്പോയാൽ എള്ളും അവലും ചേർത്തതിന് ശേഷം തണുക്കുമ്പോൾ
കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തേങ്ങ ശർക്കരയിൽ നന്നായി മിക്സായിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നതാണ് അതിൻ്റെ പരുവം. ഈ സമയം വറുത്തെടുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ചൂടാക്കിയെടുത്ത അവൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എള്ളും അവലും ചൂടാക്കി മാറ്റി വെച്ച് ഉടൻ തന്നെയാണ് നെയ്യിൽ തേങ്ങ വറുത്തെടുത്തതും അതിലേക്ക് പാനി ഒഴിച്ചതും. അതുകൊണ്ട് എള്ളിൻ്റെയും അവലിൻ്റെയും ചൂടൊന്നും മാറിയിട്ടില്ല. ചൂടോടെ തന്നെയാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് ഇതെല്ലാം ചൂടാക്കിയെടുത്താൽ ഉടൻ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ എള്ളും അവലും വിളയിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുക്ക്, ജീരകം, ഏലക്ക എന്നിവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത നട്ട്സും ബദാമും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തപ്പോൾ നല്ല മണം വരുന്നുണ്ട്. വളരെ ടേസ്റ്റിയും അതിനേക്കാളേറെ ഗുണങ്ങളടങ്ങിയതുമായ എള്ളും അവലും വിളയിച്ചത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നന്നായി വെള്ളം വടിഞ്ഞിട്ടുണ്ട്. ഒട്ടും വെള്ളമയമില്ലാതെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ വിളയിച്ചെടുത്താൽ കൂടുതൽ നാൾ കേടുകൂടാതിരിക്കും. ഇപ്പോൾ നമ്മുടെ എള്ള് അവൽ വിളയിച്ചത് റെഡിയായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഏത് സമയത്തും നമുക്കിതുണ്ടാക്കി കഴിക്കാം. എന്നാൽ ഏറ്റവും നല്ലത് കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. രാവിലെയും വൈകിട്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇത് പെൺകുട്ടികൾ കഴിക്കുന്നത് ആർത്തവ സമയത്ത് രക്തപ്പോക്കിനും ആർത്തവം റെഗുലറായിട്ട് വരുന്നതിനും വളരെ നല്ലതാണ്. പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും കഴിക്കാൻ ഉത്തമമാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുതേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.